സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ അബ്ദുൾ റഹീം അദ്ദേഹം അവിടെ ജയിലിലായിരുന്നു. ഒരു കുട്ടിയെ കൊന്നു എന്നുള്ള ഒരു കേസായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി മോചന ദ്രവ്യമായിട്ട് ഏതാണ്ട് 34-35 കോടിയിലധികം രൂപ പിരിച്ചു നൽകി എന്നാണ് ഏകദേശ കണക്ക്. വ്യവസായി ബോബി ചെമ്മണ്ണൂരടക്കം ഈ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നു, ഈ ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിൽ പിരിച്ചെടുത്ത തുകയിൽ ഒരു 10 കോടിയോളം 10-12 കോടിയോളം മിച്ചം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ചെലവാക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് കളക്ട് ചെയ്തിട്ട് ഈ ഒരു ദയാധനം കൊടുത്ത് ബാക്കി തുക എന്ത് ചെയ്യണം എന്ന് എന്തെങ്കിലും തീരുമാനമുണ്ടോ? കാരണം ഇത് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത തുകയാണ്. സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത, പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരിൽ നിന്നും വ്യവസായികളിൽ നിന്നും സംഘടനകളിൽ നിന്നുമൊക്കെ പിരിച്ചെടുത്ത ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ ജീവൻ. വയസ്സായ ഒരു അമ്മയുണ്ട്, 80-85 വയസ്സായി. അവർക്ക് മകനെ കാണണം. അറിയാതെ പറ്റിയൊരു അബദ്ധമാണ്. ഒരു സുഖമില്ലാത്ത കുട്ടിയെ പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്ത് ആ കുട്ടി മരണപ്പെട്ടു പോയി. വയ്യാത്ത കുട്ടിയായിരുന്നു. അത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ അബ്ദുൾ റഹീം തിരിച്ചെത്തിയിരിക്കുന്നു, സുരക്ഷിതനായി. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. വലിയ സ്വീകരണമൊക്കെ നൽകി. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി ഈ ദയാധനം കൊടുക്കാൻ വേണ്ടി പിരിച്ചെടുത്ത തുകയുടെ ഏതെങ്കിലും ഒരു ഭാഗം എവിടെയാണ്? ഒരു നിയമസഹായ സമിതി ഉണ്ടായിരുന്നു. ഈ നിയമസഹായ സമിതിയാണ് ഇത് വ്യക്തമാക്കേണ്ടത്. കാരണം സാധാരണക്കാരനായ വ്യക്തി എല്ലാം കൊടുത്തു. അതായത് പാവപ്പെട്ട ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ ദയാധനം കൊടുക്കണം, ഇത്ര കോടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് അത്രയും കൊടുത്തു. അതിൽ 10 കോടിയിലധികം രൂപ, 13 കോടി എന്നൊക്കെ കേൾക്കുന്നു. 10 കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടി എന്നൊക്കെയാണ്, അല്ലെങ്കിൽ മിച്ചമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവ ഇനി എന്ത് ചെയ്യാൻ? ബോബി ചെമ്മണ്ണൂർ പറയുന്നത് നിയമസഹായ സമിതിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബമോ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ പണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് റഹീമിൻ്റെ കുടുംബം പറയുന്നത്, അബ്ദുൾ റഹീമിൻ്റെ കുടുംബം പറയുന്നത്. അവർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഈ നിയമസഹായ സമിതിയും അതുപോലെ ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെയാണ് ഇത് പ്ലാൻ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊണ്ടത്. അപ്പം ഇതിൽ എത്ര രൂപ മിച്ചമുണ്ട്, അതെന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ബാക്കി ഉണ്ടോ എന്നതിനെക്കുറിച്ച് കുടുംബത്തിന് അറിവില്ല. അത് സ്വാഭാവികം. കാരണം കുടുംബത്തിന് അറിയണം എന്നില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹം വീട്ടിൽ വന്നു, സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മിച്ചം 10 കോടി അല്ലെങ്കിൽ 12 കോടി എന്ത് ചെയ്തു, എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ധാരണ വേണ്ടേ? ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പണത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കൃത്യമായ കണക്കുകൾ എന്തുകൊണ്ട് നൽകിയില്ല? ഇദ്ദേഹം മോചിതനായി നാട്ടിൽ തിരിച്ചെത്തിയിട്ട് പോലും ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ എന്താണ് നൽകാത്തത്? അതിനകത്ത് എന്താണ് ഒരു സുതാര്യത ഇല്ലായ്മ ഉള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? ഈ പണം എന്ത് ചെയ്തു, എവിടെ പോയി, ഇനി മിച്ചം പണമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. സത്യം പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് പൊതുജനങ്ങളുടെ പണമാണ്. ഇതൊരു വ്യക്തി കൊടുത്ത പണമല്ല. ബോബി ചെമ്മണ്ണൂർ 1 കോടി കൊടുത്തു. പക്ഷേ ബാക്കിയെല്ലാം സാധാരണ വ്യക്തികളും സംഘടനകളും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ അവരെ കൊണ്ടാവുന്നത് പോലെ കൊടുത്ത തുകകളാണ്. അത് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ കണക്ക് വേണം, കൃത്യമായ ഓഡിറ്റ് വേണം. ബാക്കി പണം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒരു കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും വേണം എന്ന് തന്നെയാണ് സാധാരണക്കാരായ വ്യക്തികൾ ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം ജാതിയോ മതമോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും നോക്കാതെ ഒരു മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ വേണ്ട ഒരു ദിയാധനമാണ് നൽകിയത്. അത് വ്യക്തമായൊരു കണക്കുകൾ ഇല്ലാതെ അതിങ്ങനെ അവ്യക്തത അതിനകത്ത് തുടരുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നത്.